കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനം ഇടുക്കി നേടിയെടുത്ത പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷങ്ങളിലായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം നവംബർ 1 സംസ്ഥാനത്ത് അതിദരിദ്രർ എന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് വികസനം, ഗതാഗത രംഗം, ടൂറിസം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇടുക്കി മാറുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ഇറിഗേഷൻ മ്യൂസിയം, സാംസ്കാരിക മ്യൂസിയം, മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നിവ ജില്ലയിൽ സ്ഥാപിക്കുന്നതിനുള്ള അക്ഷീണ പ്രയത്നം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കുറ്റ്യാർ ഡൈവേർഷൻ സ്കീം, നാടുകാണി പവലിയൻ വികസനം, മൂന്നാർ, കുമളി, ഇടുക്കി എന്നിവ ചേർത്ത ഏരിയൽ ടൂറിസം പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകും. എല്ലാവരെയും ചേർത്ത് പിടിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. എല്ലാവരും കാണാതെ പോയ ഒരു വിഭാഗമായിരുന്നു അതിദരിദ്രർ. ഈ സർക്കാർ അവരെ കണ്ടെത്തി, അവർക്ക് ആശ്വാസം നൽകി. ഈ വർഷം നവംബർ 1 സംസ്ഥാനത്ത് അതിദരിദ്രർ എന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മുടെ ജില്ല ഹരഘോഷം മുഴക്കിയാണ് സ്വീകരിച്ചത്. ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ബാധകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സങ്കീർണമായ ഭൂപ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഒരടിക്കങ്ങ് തീരും എന്ന് വിചാരിച്ചവരാണോ നമ്മളാരെങ്കിലും? എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്താൻ ഏറെ കാലങ്ങളായി നടത്തിയ പരിശ്രമം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിച്ചത്. ആ നിയമഭേദഗതിയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചട്ടങ്ങളുടെ രൂപീകരണം അത് മെയ് മാസത്തിൽ പൂർത്തിയാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വലിയ സന്തോഷം നമുക്കുണ്ടായി. നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും കൈവശമിരിക്കുന്ന ഭൂമിയും വീടും കൃഷിയിടങ്ങളും അതോടൊപ്പം വ്യക്തിഗത കൺസ്ട്രക്ഷൻസും എല്ലാം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നിയമനിർമ്മാണം മാത്രമാണ് സാധ്യമായ ഒരു സാഹചര്യമെന്ന് സുപ്രീം കോടതി പോലും വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് നിയമനിർമ്മാണ സഭയിൽ 60 ഭൂപതിവ് നിയമത്തിന് ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി കൊണ്ടുവന്ന നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് നടത്തിയ ചർച്ചകളെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അത് കുറ്റമറ്റതാണ്, അത് എല്ലാവർക്കും സ്വീകാര്യമാണ്. ജനങ്ങൾക്ക് ഒരു തല ബുദ്ധിമുട്ട് നേരിടാൻ സാധിക്കാത്ത വിധത്തിൽ അവർക്കത് പ്രാപ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്ര മേള നഗരിയിൽ എത്തിയതോടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനായിരുന്നു. വഴൂർ സോമൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, ADM ഷൈജു P ജേക്കബ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.